ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എക്സൈറ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഫി, അതായത് ലുവ കോഫി. അതാണ് ഞങ്ങളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇനി വേണേൽ അപ്പി കാപ്പി എന്നൊക്കെ പറയാം, കാരണം ഇത് ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും പ്യാരി കൂടെ ബാലിയിലാണ് ഞങ്ങൾ ഹണിമൂൺ സെലിബ്രേറ്റ് ചെയ്യാൻ പോയത്. അപ്പം ഞങ്ങൾ അവിടുന്ന് ട്രൈ ചെയ്തൊരു സാധനമാണിത്. ഇപ്പം ഇതാണ് വെരിഗ്, അല്ലെങ്കിൽ ചിലർ മരപ്പട്ടി എന്നൊക്കെ പറയും. ഈ മരപ്പട്ടി കഴിച്ചിട്ട് അപ്പിയിടുന്ന ആ കാപ്പിക്കുരു ഇല്ലേ, ആ കാപ്പിക്കുരു എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കോഫിയാണ് ലുവ കോഫി. ഇത് അത്രയും എന്താ പറയുക, നല്ല സീഡ്സ് മാത്രമേ, എന്താ പറയുക, നല്ല കാപ്പിക്കുരു മാത്രമേ ഈ ജീവി കഴിക്കത്തുള്ളൂ. അതായത് ഭയങ്കര പിക്കി ഈറ്ററാണ്. അതിന് ഇഷ്ടമുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സീഡ്സ് മാത്രം അത് കഴിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ കാപ്പിക്ക് ഇത്ര ടേസ്റ്റ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പി കാപ്പി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അതാണ് ഇവർ പറയുന്നൊരു കാരണം. ഈ പുള്ളിയാണെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. ആൾ ടിപ്പിക്കൽ ബാലിനീസ് ആളാണ്. അപ്പം പുള്ളി അവിടുത്തെ കോഫിയും ഇതൊക്കെ കാണിച്ചു തരിക. ഈ മരപ്പട്ടി അല്ലെങ്കിൽ ഈ വെരുകെന്ന് പറഞ്ഞ സാധനം രാത്രി മാത്രം ആക്റ്റീവ് ആകത്തുള്ളൂ, പകൽ ഇങ്ങനെ തണുത്ത് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പം അതിൽ നിന്ന് കിട്ടി അവർ ആ അപ്പി രാവിലെ അവർ കളക്ട് ചെയ്യും. എന്നിട്ട് അത് കഴുകി 3-4 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി ക്ലീനാക്കി എടുത്തേക്കുന്ന സീഡ്സാണ് ഈ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാപ്പി പൊടിച്ചിട്ടാണ് ഈ ലുവ കോഫി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ പുള്ളി അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നൊരു ഇതാട്ടോ ഇത്. അപ്പം അവിടെ തന്നെ അവർ വറക്കും, അവിടെ തന്നെ പൊടിക്കും, എന്നിട്ട് അവിടെ തന്നെ പാക്ക് ചെയ്ത് നമുക്ക് വാങ്ങിക്കാം. പക്ഷെ നല്ല വിലയാണ് ഈ സാധനത്തിന്. കണ്ടോ, പൊടിച്ച് വെച്ചേക്കണതാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പം കുറേ കളക്ട് ചെയ്താൽ ഇവർക്ക് ഇത്രയൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ഇതുണ്ടാകത്തുള്ളൂ. പുള്ളി ഇങ്ങനെ വാതോരാതെ ഇതിനെക്കുറിച്ച് സംസാരിക്കുക കേട്ടോ. ഞാനിത് മണത്തൊക്കെ നോക്കിയപ്പോൾ നല്ല മണമാണ് കേട്ടോ. നല്ല നമ്മുടെ നാട്ടിലെ കാപ്പിനെക്കാളും നല്ലൊരു മണമുണ്ട്. ഇത് കാപ്പിയുടെ മണമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ അത് ബാലി കോഫിയും ഈ ലുവ കോഫിയും തമ്മിലുള്ള വ്യത്യാസമാണ് പുള്ളി നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഇത് മാത്രമല്ല അവിടെയുള്ള അവർ മാംഗോസ്റ്റീൻ ടീ, സിന്നമൺ ടീ, അവക്കാഡോ കോഫി, അങ്ങനെ കുറേ വെറൈറ്റി കാപ്പിയും ചായ അവിടെ ഉണ്ട്. അതൊക്കെയാണ് പുള്ളി കാണിക്കുന്നത്. എനിക്കതിൽ പകുതി സാധനമൊന്നും മനസ്സിലായില്ല, പക്ഷേ ഈ കറുവാപ്പട്ട കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അത് ഇപ്പോൾ കാണിക്കുന്നത് മാംഗോസ്റ്റീനാണ്. അതിൻ്റെ തൊലിയും കൊണ്ട് അവർ ചായ ഉണ്ടാക്കും. അത് ഒരു നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാം ഇതുണ്ടോ അവിടെ കണ്ട് എല്ലാം മനസ്സിലാക്കാനുള്ള ഇതൊക്കെ പുള്ളി കാണിച്ചു തരും. അപ്പോൾ നല്ല കുറച്ച് മീനുകൾ, എന്നാ വലിയ മീനല്ലേ. ഞാൻ പുള്ളിയുടെ പുറകെ ഇങ്ങനെ പോയി. പ്യാരി എൻ്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി അവിടെ നോക്കുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് പോലെ, പക്ഷേ അതിൻ്റെ ബാക്കിലുള്ള വ്യൂ ആണ് അടിപൊളി. റൈസ് ഫീൽഡ്സ് ആണ് അവിടുത്തെ മെയിൻ. ലൈക്ക് നമുക്കറിയാം, ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ റൈസ് ഫീൽഡ്സിന് ഫേമസ് ആണ്. റൈസ് ഫീൽഡ് കണ്ടുകൊണ്ട് ഇത് ഓൾറെഡി ഹാർവെസ്റ്റ് കഴിഞ്ഞതാണ്. നെല്ലൊക്കെ നെല്ലൊക്കെ കൊയ്ത് കഴിഞ്ഞിട്ടുള്ള ഇതാണ്. പക്ഷേ ഇവിടെ വന്നിരുന്ന് നമുക്കതൊക്കെ കണ്ട് കാഴ്ചയൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് കോഫിയൊക്കെ ട്രൈ ചെയ്ത് ഞാനൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഫോട്ടോ ഇട്ടാൽ കേട്ടോ. ഇതാണ് നമ്മുടെ ആശാൻ, വെരിക അല്ലെങ്കിൽ മരപ്പെട്ടി. ഇത് ഞങ്ങൾക്ക് അവരാണെങ്കിൽ എല്ലാ ടൈപ്പ് ടീയും കോഫിയും ഒക്കെ അവിടെ കൊണ്ട് തന്നിട്ടോ. ഇത് അവക്കാഡോ, മഞ്ഞൾ കാപ്പി, മാംഗോസ്റ്റീൻ, ഇതാണ് നമ്മൾ പറഞ്ഞ ഈ ലുവ കോഫി എന്ന് പറഞ്ഞ സാധനം. അതൊറ്റ കപ്പേ തരത്തുള്ളൂ. നമുക്ക് വേണമെങ്കിൽ നമ്മൾ വേറെ കാശ് കൊടുത്ത് മേടിക്കണം. അപ്പോൾ അത് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയപ്പം സ്മൂത്താണ് സാധനം. അധികം നമുക്ക് മധുരമൊന്നും ഇടാണ്ട് തന്നെ കുടിക്കാൻ പറ്റും. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുമോ, ചിലർക്കൊന്നും മനസ്സിൽ പിടിക്കത്തില്ല. എനിക്ക് പിന്നെ ഞാൻ കഴിക്കുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ മെനു ഒക്കെ നോക്കി സാധനങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഈ കാപ്പി അതിൻ്റെ കൂടെ ഇങ്ങനെ ബനാന ചിപ്സൊക്കെ കിട്ടി. നമ്മളതൊക്കെ കഴിച്ച് ഒരു സെൽഫിയൊക്കെ എടുത്ത്, ഇതൊക്കെ എപ്പോഴും നടക്കണ കാര്യമല്ലല്ലോ, ഒക്കെ എടുത്ത് അവിടുന്ന് ലുവ കോഫി മേടിക്കാനുള്ള ബഡ്ജറ്റ് നമുക്കില്ലാത്തതുകൊണ്ട് ഒരു മഞ്ഞൾ ചായയും പിന്നെ ഞാനൊരു അവക്കാഡോ കോഫിയും മേടിച്ച് അവിടെയുള്ള മരപ്പട്ടിയോടും അവിടെയുള്ള ചേട്ടന്മാരോടും മരപ്പട്ടിയോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ വീണ്ടും പോയി ഗൈസ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.